അടുത്ത് ചോദിച്ചിരിക്കുന്ന സംശയം അഥവാ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: നമ്മൾ ശരിക്കും ആരാണ്? നമ്മളുടെ ഐഡൻറ്റിറ്റി ബൈബിൾ പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ അദ്ദേഹം ഡിനോട്ട് ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ: നാം ദൈവത്തിൻ്റെ ദാസന്മാരാണോ, സർവൻസ് ആണോ, അതോ നാം ദൈവത്തിൻ്റെ പുത്രന്മാരാണോ? അപ്പോൾ സർവൻസ് ആണോ അല്ലെങ്കിൽ സൺസ്, പുത്രന്മാരാണോ? അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാനിത് പറഞ്ഞിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് ആ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാം. ബൈബിൾ പറയുന്നത്, എസ്പെഷ്യലി പുതിയ നിയമത്തിനകത്തുള്ള ഹാർഡ് കോറായിട്ടുള്ള ടീച്ചിങ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആസ്പെക്റ്റാണ്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്ത് അച്ചീവ് ചെയ്യുമ്പോഴാണ് ഈ പുത്രത്വത്തിലേക്ക് വരുന്നത് എന്നുള്ള രീതിയിലല്ല ബൈബിൾ സൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. മറിച്ച് നമ്മളെല്ലാവരും ബൈ ഡീഫോൾട്ട് ഒന്നും ചെയ്യാതെ തന്നെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളതാണ് ബൈബിൾ അടിവരയിട്ട് പറയുന്ന കാര്യം. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പോലും പറഞ്ഞത് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. യോഹന്നാൻ അപ്പോസ്തലൻ സംസാരിക്കുമ്പോഴും പൗലൂസ് സംസാരിക്കുമ്പോഴും പത്രോസ് സംസാരിക്കുമ്പോഴും എല്ലാം അവരുടെ ലേഖനത്തിൽ ഇത് വളരെ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം, പിതാവാം ദൈവം എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സോ ഈ രീതിയിൽ എല്ലാ ലേഖനങ്ങളിനകത്തും മുന്നിട്ട് നിൽക്കുന്നത് ഈ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. പക്ഷേ എന്തുകൊണ്ടോ ക്രിസ്തീയ മതം ഈ ഒരു കാര്യത്തെ മറച്ചു വെച്ചിട്ട് ദാസത്വത്തെയാണ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ക്രിസ്തുദാസൻ, ദൈവദാസൻ. സോ ഈ രീതിയിൽ ദാസന്മാരായിട്ട് അറിയപ്പെടാനാണ് ഇന്നത്തെ ക്രിസ്തീയ മതം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ മുടിയനായ പുത്രൻ്റെ കഥയ്ക്കകത്ത് മൂത്ത സഹോദരൻ തിരിച്ചു വരുമ്പോഴും ഞാൻ നിന്നെ സേവിച്ചിട്ട് എന്ന് പറയുന്ന ഒരു ദാസത്വത്തിൻ്റെ മനോഭാവം നമ്മൾ അവിടെയും കാണുന്നുണ്ട്. സോ അതല്ല ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ജീസസ് അവിടെയും ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ എപ്പോഴും ബൈബിൾ മുന്നോട്ട് വെക്കുന്ന, എസ്പെഷ്യലി പുതിയ നിയമം മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളത് തന്നെയാണ്. ഇനി ആ ക്വസ്റ്റ്യൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെയായിരുന്നു: ഒരു ആനക്കുട്ടി വലുതായി കഴിയുമ്പോൾ ആനയാകും, ഒരു സിംഹക്കുട്ടി വലുതായി കഴിയുമ്പോൾ സിംഹമാകും. അതുപോലെ നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക് വളർച്ചയുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ആരെന്നാണ് വിളിക്കേണ്ടത്? ദൈവത്തിൻ്റെ മകൻ മുതിർന്നു കഴിയുമ്പോൾ, മെച്ചുറായി കഴിയുമ്പോൾ, പക്വത എത്തിക്കഴിയുമ്പോൾ പിന്നെ ആ ദൈവത്തിൻ്റെ പുത്രനെ വിളിക്കേണ്ടെന്ന പേര് ദൈവമെന്ന് തന്നെയാണ്. ഇതാണ് ശരിക്കും വേദങ്ങൾ പറയുന്നത്, അദ്വൈത സിദ്ധാന്തം പറയുന്നത്, ഋഗ്വേദം പറയുന്നത്, ഭാരതത്തിൻ്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം പ്രതിപാദിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. തത്വമസി, നീ ആരെയാണോ അന്വേഷിക്കുന്നത് അത് നീ തന്നെയാണ്. അകം ബ്രഹ്മാസ്മി, നിൻ്റെ ഉള്ളിലാണ് ആ ബ്രഹ്മം, ആ ദൈവം നിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് വേദങ്ങൾ പറയുന്നതും നീ തന്നെയാണ് ദൈവം. ശബരിമലയ്ക്ക് പോകാനായി മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ വിളിക്കുന്നത് സ്വാമി എന്ന, അയ്യപ്പനെന്ന. അപ്പോൾ എന്തുദ്ദേശത്തിലാണോ ശബരിമലയിലേക്ക് പോകുന്നത് ആ വ്യക്തി നീ തന്നെ എന്നുള്ളതാണ് അവിടെ ആലേഖനം ചെയ്തിരിക്കുന്ന തത്വമസി. അപ്പോൾ ദൈവികമായ അനുഭവങ്ങളും അനുഭൂതികളും ദൈവികമായിട്ടുള്ള എല്ലാവിധമായ ആ മൂലകങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് ദൈവം നമ്മിൽ തന്നെ എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ സംസ്കാരവും ആത്മീയതയും ശക്തമായി സംസാരിക്കുന്നതും. ഒപ്പം ബൈബിളിനകത്ത് പറയുന്ന കാര്യവും അത് തന്നെയാണ്. യേശുവിനെ എന്തുകൊണ്ട് ദൈവം എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു തന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ ദൈവപുത്രനാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് സമൻ, ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ദൈവം തന്നെയാണ്. അതുപോലെ എനിക്കും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഐ ആം സൺ ഓഫ് ഗോഡ്. ദാറ്റ് മീൻസ് എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, ഞാനും ദൈവം ഒന്നാകുന്നു, ദൈവത്തെ എന്നെ നമ്മൾ വേർതിരിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ദൈവിക മൂലകങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ട് നാളെ എന്നെ ആരാധിക്കാനായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് നോ പറയാൻ പറ്റത്തില്ല. ജീസസിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ എന്നെയും നിങ്ങൾ ആരാധിക്കേണ്ടി വരും, എന്നെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയും നാളെ ആരാധിക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതും ഇതേ ദൈവം തന്നെയാണ്. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്?
കൊരിന്ത്യർ ലേഖനത്തിനകത്ത് പൗലൂസ് വളരെ ശക്തതയോടുകൂടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമത്രേ, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശരീരത്തിനകത്ത് ദൈവം വസിക്കുന്നുവെങ്കിൽ ഞാൻ ആരാണ്? സോ ഈ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് എല്ലാവിധമായ ദൈവീക മൂലകങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. ഇതെനിക്കും പറയാൻ പറ്റും, നിങ്ങൾക്കും പറയാൻ പറ്റും. പക്ഷെ നമ്മിലേക്ക് ഈ ഒരു വെളിപാട് എന്താ? ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ആ സത്യത്തെ ഞാൻ ഗ്രാബ് ചെയ്യുമ്പോൾ എനിക്കും യേശു പ്രദർശിപ്പിച്ചതുപോലെ എല്ലാ ദൈവിക മൂലകങ്ങളെയും പ്രദർശിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ശ്രീനാരായണ ഗുരുവിനെ കവലകൾ തോറും ചില്ലിട്ട കൂട്ടിൽ ഇരുത്തിയിരിക്കുന്നത് പോലെ ഞാൻ ദൈവപുത്രനെന്ന് അവകാശപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ ചിലപ്പോൾ ദൈവമാക്കിയേക്കാം. കാരണം സിംഹത്തിൻ്റെ കുട്ടി എപ്പോഴും കുട്ടിയായിരിക്കത്തില്ല, അത് സിംഹമായി മാറും.